ഹലോ മച്ചാമാരെ, ഇന്ന് കിട്ടിയ മീൻ കണ്ടോ? ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു മീനാണ് കിട്ടിയിട്ടുള്ളത്. നല്ല സൈസുള്ളൊരു മീനാണ്. അപ്പോൾ നമുക്ക് വീശുവലയിൽ ഇപ്പോൾ കിട്ടിയ മീനാണ്. അപ്പോൾ നമുക്കിന്ന് വീശുവലയ്ക്ക് ഇച്ചാകരയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ പിന്നെ വീഡിയോയിലോട്ട് കിടക്കുകയാണ്. നമുക്ക് ഫസ്റ്റ് വല അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വലയല്ല, നമ്മൾ കുറച്ച് വലയൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വലയ്ക്ക് കുറച്ചധികം മീൻ കിട്ടി. അതാണ് കാണിക്കുന്നത്. നമ്മൾ രാത്രിയായി, അതാണ് വല എറിയുന്നത് കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് ഈ വലയിൽ കിട്ടിയ കാര കണ്ടു, ഒരുപാട് കാര. ഒരു വലയിൽ തന്നെ എന്തുമാത്രം കാര കിട്ടി. നല്ല അത്യാവശ്യം നല്ല സൈസുള്ള പാരക്കുട്ടിയാണ് കിട്ടിയത്. അപ്പോൾ ഈ വലയിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മീൻപിടുത്തത്തിൽ ഏകദേശം നല്ലൊരു ചാകരയായിരുന്നു. അതുപോലെ തന്നെ ഒന്ന് രണ്ട് തിരുതയുടെ കുട്ടി കിട്ടിയിട്ടുണ്ട്. കുറച്ച് മാല ഒന്ന് രണ്ടെണ്ണം കിട്ടി. അതുപോലെ തന്നെ ഉണ്ടല്ലോ സ്നാപ്പർ, സ്പോട്ടഡ് സ്നാപ്പർ എന്ന് പറയുന്ന മീൻ കിട്ടി. അപ്പോൾ നമ്മളെ ചെമ്പല്ലിയുടെ വേറൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്കിത് കിട്ടിയ മീനാണിത്. ഈ മീനിൻ്റെ പേരെനിക്ക് വ്യക്തമായിട്ട് അറിയില്ല കേട്ടോ. അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളെന്ത് വെട്ടലോ എന്തൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എനിക്കറിയില്ല എന്താണ് ആ പേരെന്ന്. അപ്പോൾ നമ്മൾ വീശുവല ഏറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം സമയത്താണ്, വൈകുന്നേരം ശകലം ഇരുട്ടി വലയേറി തുടങ്ങിയപ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ വല ഇറങ്ങിയിട്ടുണ്ട്. ആ വലയിൽ തന്നെ ഒരു മീനുണ്ട്. എന്ത് മീനാണുള്ളത് അത് നമുക്ക് നോക്കണം. മാലാവാറ്റയാണോ? അല്ല കേട്ടോ, അത്യാവശ്യം സൈസുള്ള ഒരു 5-6 പാരയാണ് കിട്ടിയത്. അടുത്ത വലയ്ക്കാണ് നമുക്ക് രാത്രിയിലാണ് നമുക്ക് ഈ മീൻ കിട്ടിയത്. നമുക്ക് ഇത്തിരി വെള്ളം കുറച്ച് കലക്കലുണ്ടായിരുന്നപ്പോഴാണ് വെട്ടൽ അങ്ങനെ എന്തൊക്കെ പറയും മീനിൻ്റെ പേര്, പക്ഷേ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. കണ്ടാ, അതിൻ്റെ വാലിൻ്റെ ഭംഗി കണ്ടോ? എന്ത് മനോഹരമായിട്ടുള്ള വാലാണെന്ന് കണ്ട. വളരെ മനോഹരമായിട്ടുള്ള മീനാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഒരുപാട് കുറച്ച് മുള്ളൊക്കെ ഉണ്ട്. നമുക്ക് അറിയില്ല ഇതെന്ത് മീനാണ്. നമുക്ക് ഇതിനു മുന്നേ ഒരിക്കൽ കിട്ടിയിട്ടുണ്ട് ഈ മീൻ. അപ്പോൾ നമുക്ക് ഈ വർഷാവസാനം നമുക്ക് വീണ്ടും കിട്ടിയിരിക്കുകയാണ് മീൻ. അപ്പോൾ വളരെ ഭംഗിയുള്ളൊരു മീനാണ്. ഇതുകൊണ്ടായിരിക്കും വെട്ടലെന്ന് അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്. അത് അതിൻ്റെ കുറുക്കിലെല്ലാം മീൻ മുള്ളാണ്. അപ്പോൾ അതിൻ്റെ വാല് കണ്ടോ, വാലിൻ്റെ ഭംഗി കണ്ടോ, എന്ത് മനോഹരമായിട്ടുള്ള ഒരു മീനാണ്. നമുക്ക് ഇതുപോലത്തെ മീനൊക്കെ നമുക്ക് വല്ലപ്പോഴുമാണ് കിട്ടുന്നത്. നല്ല ഫ്ലഷി ആയിട്ടുള്ള മീനാണ് നല്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചൂണ്ടയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് വന്നപ്പോൾ ചൂണ്ടയിട്ടാണ് തുടങ്ങിയത്. ഒരു ചൂണ്ടയ്ക്ക് നമുക്ക് കുറച്ചധികം ഇത് കിട്ടി, അയലക്കുഞ്ഞ് കിട്ടി. അപ്പോൾ അടുത്ത് നമ്മൾ കാസ്റ്റിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കുഞ്ഞൻ മീനുകളെ പിടിക്കുകയാണ് ആദ്യത്തെ ലക്ഷ്യം. ഒരു ചൂണ്ടയിൽ തന്നെ നമ്മൾ സവിക്കിയാണെന്ന് ബൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബൈറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു സവിക്കിയിൽ തന്നെ 4-5 മീനൊക്കെ അടിക്കും. അപ്പോൾ നമ്മുടെ കാസ്റ്റിംഗ് വളരെ സാവധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മീനിൻ്റെ അത് നമുക്ക് എന്താ നൊത്തോലിയാണ് കേട്ടാ. അത് കട്ടില്ലേ, നൊത്തോലി.